ഹലോ ഫ്രണ്ട്സ്, ദൃശ്യം 3 എന്ന ലാലേട്ടന്റെ സിനിമ വരുന്ന ഏപ്രിലിൽ റിലീസ് ആവുകയാണെന്നുള്ള വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുമല്ലോ. ഒരു സിനിമയ്ക്ക് ഒന്നിൽ കൂടുതൽ ഭാഗങ്ങൾ പിടിക്കുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ ദൃശ്യം എന്ന സിനിമയ്ക്ക് ഒരു അത്ഭുതമുണ്ട്. അതിനെക്കുറിച്ചാണ് മൈക്രോസ്കോപ്പ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. മലയാളത്തിൽ ഇറങ്ങിയ ദൃശ്യം എന്ന ഈ സിനിമ തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും സിംഹളയിലും അതുപോലെ തന്നെ ചൈനീസ് ഭാഷയിലും വരെ അത് റീമേക്ക് ചെയ്യപ്പെട്ടവയാണ്. അതുകൂടാതെ ഇതിന്റെ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള 5 ഭാഗങ്ങളുള്ള CBI ചിത്രങ്ങൾ 5 കഥകളാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇവിടെ ദൃശ്യം എന്ന് പറയുന്ന ചിത്രം ഒരു കഥയാണ് പറയുന്നത്. അതായത് ഒരു സംഭവം. ആ സംഭവത്തെ കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് 3 ഭാഗങ്ങൾ വരെ എത്തി നിൽക്കുന്നത്. ഇതാണ് ദൃശ്യം എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത. ദൃശ്യം പോലെ ഇത്രയും ആകാംക്ഷ നിറഞ്ഞ ഒരു ചിത്രം ഇനി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ദൃശ്യത്തിന്റെ റിലീസിനും അതിന്റെ വിജയത്തിനും വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതിനോടൊപ്പം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും നന്ദി.